തയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങൾക്ക് അത്യാവശ്യം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഓർഡേഴ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ, നിങ്ങളുടെ വീട്ടിലുള്ള ബന്ധുക്കൾ ഒക്കെ നിങ്ങൾക്ക് തയ്ക്കാനൊക്കെ കൊണ്ടുതരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാൻ കറക്റ്റ് സമയത്തിന് പറ്റുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 1000 രൂപ വരുമാനം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നോർമലി ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുക്കണം, സാധാരണ ഒരു ബ്ലൗസ്, ലൈനിങ് ബ്ലൗസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് തയ്ച്ച് കൊടുക്കുന്നതിന് എങ്ങനെ പോയാലും നമുക്കൊരു 250 രൂപ കിട്ടും. പല സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഞാൻ ഇവിടെ ഒരു ഏരിയയിലാണ് പറഞ്ഞത്. ഒരു 250 രൂപയാണ് ഒരു നോർമൽ ബ്ലൗസ് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നതിന്. അങ്ങനെ ഒരു 4 ബ്ലൗസ് നമ്മൾ ഒരു ദിവസം സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് എങ്ങനെ പോയാലും 1000 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എല്ലാ ദിവസവും നമുക്കൊരു 4 ബ്ലൗസ് തയ്ക്കാനുണ്ടോ എന്ന്, ആര് കൊണ്ടുതരും എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റാണ്, അല്ലെങ്കിൽ അവർക്ക് അത് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് സമയത്തിന് നമ്മളത് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4 40 ബ്ലൗസ് തയ്ക്കാനായിട്ട് ആളുകൾ കൊണ്ടുതരും. ശരിക്കും നമ്മൾ ബ്ലൗസൊന്നും കടയിൽ നിന്ന് അങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങാറില്ല, അല്ലേ? റെഡിമെയ്ഡ് വാങ്ങുന്നതിന് നല്ല അത്യാവശ്യം വിലയുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ബ്ലൗസ് എന്ന് പറയുമ്പോൾ 250 രൂപ വെച്ച് നമുക്ക് 1000 രൂപ ഒരു ദിവസം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ 250 എന്നുള്ളത് 350 രൂപയായി മാറും. ഒരു 100 രൂപയും കൂടെ അതിൽ കൂടും. കാരണം കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ട്, 2 ബ്ലൗസ് തയ്ക്കണതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് റേറ്റ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പം 4 ബ്ലൗസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് കുറച്ച് ഓൾട്രേഷൻ വർക്കുകൾ, സാരിയുടെ ഫോള് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ നൈറ്റി റീസ്റ്റിച്ച് ചെയ്യാനൊക്കെ നമ്മളൊരു 40 രൂപ 50 രൂപയൊക്കെ വാങ്ങാറുണ്ട്. അതുപോലെ ചുരിദാറിൻ്റെ സ്ലീവ് വയ്ക്കാൻ, ഷെയ്പ്പ് ചെയ്യാൻ. ഇനി ചുരിദാർ ഫുള്ള് അഴിച്ച് റെഡിമെയ്ഡ് കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ സ്ലിറ്റ് കയറ്റി വയ്ക്കുക, ഷെയ്പ്പ് ചെയ്യുക, സ്ലീവ് പിടിപ്പിക്കുക, ബാക്കിൽ ടക്കിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം വർക്ക് നമുക്കതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ റേറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ പോയാലും അതിനൊരു നല്ല എമൗണ്ട് മേടിക്കാവുന്നതാണ്. കാരണം അതിന് നല്ല പണിയുള്ള കാര്യമാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് റേറ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ വരുമ്പോൾ നമുക്കതിനനുസരിച്ച് റേറ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് മനസ്സിൽ കാണുക, ഒരു 1000 രൂപ ഞാനിന്ന് സമ്പാദിക്കും എന്നുള്ള ഒരു ടാർഗറ്റ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടും. തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണതിനാണെങ്കിൽ, ഒരു പട്ടുപാവാടയാണെങ്കിൽ പോലും ഒരു 400 രൂപ എന്തായാലും നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ഒരു പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു ഓണം അങ്ങനെയുള്ള സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് 1 2 ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും. എല്ലാ സമയത്തും ഒരുപോലെ കിട്ടണമെന്നില്ല. ഒരു 500 800 ആ റേഞ്ചിലൊക്കെ ആവറേജ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫെസ്റ്റിവൽ സീസണൊക്കെയാണ് എങ്കിൽ, ഓണം, വിഷു, അതുപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ അങ്ങനെയുള്ള സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ തുകയിൽ നിന്ന് കൂടുതൽ സമ്പാദിക്കാനായിട്ട് പറ്റും. കാരണം തിരക്കുള്ള സമയമാണല്ലോ. ഇപ്പോൾ ഇതിന് സ്റ്റിച്ചിങ്ങിനും ഈ ഓഫ് സീസൺ എന്നൊക്കെ പറഞ്ഞ പോലെ അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് വലിയ തിരക്കൊന്നും കാണില്ല. ചില സമയത്ത് നമ്മൾ ഓവർലോഡായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. രാത്രിയും പകലും ഒക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞത് 1000 രൂപ എന്ന് പറഞ്ഞത് ആവറേജ് ഒരു മൊത്തത്തിൽ, നമ്മളിപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ ഒരു 1000 രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ തയ്ക്കുമ്പോൾ, കുട്ടികളുടെ ഡ്രസ്സ് തയ്ച്ച് കൊടുക്കുന്നതിന് അത്യാവശ്യം നല്ല റേറ്റാണ്. ഗൗണുകളൊക്കെ തയ്ക്കാനായിട്ട് ഫുൾ ഗൗണൊക്കെ ഉണ്ടല്ലോ, അംബ്രല്ല സ്കേർട്ട്, അതുപോലെ ഗൗണൊക്കെ തയ്ക്കുന്നതിന് റേറ്റ് അത്യാവശ്യം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ തയ്ച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വരുമാനം സ്റ്റിച്ചിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം തികഞ്ഞിട്ടും പെർഫെക്റ്റായിട്ടും നല്ലതുപോലെ വർക്ക് പഠിച്ചിട്ടും നമുക്ക് ഒരാൾക്ക് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി ഇരുന്ന് കഴിഞ്ഞാൽ
നമുക്ക് ഒരിക്കലും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം പെർഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് ചെയ്ത് മാത്രം വരുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള നല്ല പ്രൊഫഷണലായിട്ടുള്ള ടൈലേഴ്സിനെ ആയിരിക്കും അല്ലേ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. അവർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. അവരെ പോലെ എനിക്ക് ആകുന്നില്ലല്ലോ എന്നൊരു ചിന്താഗതി വരും. അത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളും നമ്മളെപ്പോലെ തന്നെ അവരും ഒരിക്കൽ ബിഗിനറായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു നിലയിലേക്ക് അവരെത്തിച്ചേർന്നത്. അതുപോലെ തന്നെ നമ്മളും കുറച്ച് കാലം കഴിയുമ്പോൾ അവരെ പോലെ തന്നെ നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ടൈലറായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, സ്റ്റിച്ചിങ് മാത്രം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. ഒരു കുടുംബം തന്നെ കഴിഞ്ഞു പോകാൻ അത്യാവശ്യം വേണ്ട ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ എത്രത്തോളം അതിൽ കഷ്ടപ്പെടുന്നുവോ അത്രത്തോളം നമുക്കതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒന്നും തയ്ക്കാനുണ്ടാവില്ല. അതെല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. ചില സീസണുകൾ മാറി വരുന്നതിനനുസരിച്ച് ഓണം വിഷു ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരുപാട് തയ്ക്കാൻ കാണും. അതല്ലാത്തപ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ ഇതിപ്പോൾ ബ്ലൗസിൻ്റെ കാര്യമായാലും പല തരത്തിലുള്ള ബ്ലൗസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഹൈ നെക്ക് ബ്ലൗസ്, കട്ടോരി ബ്ലൗസ്, അങ്ങനെയുള്ള ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമുക്കിങ്ങനെ വെറുതെ കിട്ടുന്ന സമയം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പിന്നീടുള്ള സമയത്ത് നമുക്കത് ഉപകാരപ്പെടും ഒരുപാട്. അപ്പോൾ വെറുതെ ഇരിക്കാതെ നമ്മൾ ഓരോന്നും പഠിക്കാനായിട്ട് ശ്രമിക്കുക. സമയം കിട്ടുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ നമുക്കുണ്ട്. നമ്മളെല്ലാം തികഞ്ഞവരല്ല ഒരിക്കലും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അറിയില്ലാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികളുണ്ടല്ലോ, സ്റ്റിച്ചിങ് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ അവർക്കും പഠിപ്പിച്ചു കൊടുക്കുക. വേറൊരാൾക്കും നമ്മൾ നമ്മുടെ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ അറിവ് അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചിലരുണ്ട് ഒളിച്ച് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കില്ല. ചില സെൻറ്ററുകളിലൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അവർ അവരുടെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കില്ല. നമ്മളങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൽ 100% ആത്മാർത്ഥമായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ പോലും, അതായത് കുട്ടികൾ തയ്യൽ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 4 പേരെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്കുള്ള എക്സ്ട്രാ തയ്യൽ മെഷീനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ മെഷീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 പേരെയൊക്കെ സ്റ്റിച്ചിങ് പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുറച്ചൊന്ന് ക്ഷമ കാണിച്ചാൽ മാത്രം മതി. നമുക്കിതുപോലെ സമയം ഒരുപാടുള്ളപ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ നമുക്ക് 1 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 2 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ തുടങ്ങാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് നല്ലൊരു വരുമാനം നേടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് പേര് സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രോക്കിൻ്റെ ആണെങ്കിലും ചുരിദാറിന് മാത്രമാണെങ്കിലും ഒക്കെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പഠിച്ചിരുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടം എന്നുള്ളത് ഇല്ല. ഒരിക്കലും നഷ്ടമാണെന്ന് നമ്മൾ പറയത്തില്ല. കാരണം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് മാത്രം തയ്ച്ചു കൊടുത്താലും നമുക്കതൊരു ലാഭം തന്നെയാണ്. അപ്പോൾ എല്ലാവരും, അറിയാൻ പാടില്ലാത്ത ആൾക്കാരായാലും നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ കാര്യങ്ങളേ ഉള്ളൂ. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുറച്ച് ക്ഷമയും സഹനശക്തിയും അതുപോലെ തന്നെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേരിങ്ങനെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, നേരത്തെ തൊട്ട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴാണ് പഠിക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ പഠിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമുക്കിപ്പോഴല്ലേ സമയമുള്ളൂ. നമുക്ക് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റില്ല. നമുക്ക് എന്താണോ താല്പര്യം, ഹോബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് നോക്കി തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഒരു മനസ്സ് അതിന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമയോടുകൂടി നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് സ്റ്റിച്ചിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.